കോൺഗ്രസ് വക്താവ് ശ്രീ സന്ദീപ് വാര്യർ നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, നേരത്തെ താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പരാതിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ശ്രീ സന്ദീപ് വാര്യർ? ഇവിടെ സ്ത്രീ സംരക്ഷക വേഷം കെട്ടി കഴിഞ്ഞ കുറെ ദിവസമായി കോൺഗ്രസിനെതിരെ ഉറഞ്ഞു തുള്ളിയിട്ടുള്ള BJP നേതാക്കന്മാരുടെ മുഖംമൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. ഇത് RSSന്റെയും BJPയുടെ നേതാക്കന്മാർക്ക് നിരവധി കാലങ്ങളായി ബോധ്യമുള്ള ഒരു പരാതിയാണ്. അവരുടെ സത്യസന്ധത ഈ RSSന്റെയും BJPയിലെയും മുഴുവൻ നേതാക്കൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. RSSന്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് ഗോപാലൻകുട്ടി മാസ്റ്റർ, മുൻ സംഘടനാ സെക്രട്ടറി സുഭാഷ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശോഭ ചേച്ചി, സുരേഷ് ഗോപി സാർ, ഇവർക്കെല്ലാം ഇക്കാര്യം ബോധ്യപ്പെട്ടുള്ള കാര്യമാണ്. അപ്പൊ അതെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷവും ഇത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ അവർ രക്ഷപ്പെടാനുള്ള അവസാനത്തെ ഉപായം നോക്കുകയാണ്. ഈ കൃത്യമായിട്ടുള്ള പരാതി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ലൈംഗിക പീഡന പരാതി ഏതെങ്കിലും കോടതിയിൽ സിവിൽ കേസ് പോലെ വരും, മറ്റ് സാധാരണ ക്രിമിനൽ കേസ് പോലെ വരും? നിങ്ങൾ മാധ്യമങ്ങൾ അറിയേണ്ടതല്ലേ? ഇത്തരം ഒരു പരാതി പാർട്ടിക്ക് മുന്നിൽ മാത്രമാണ് ആ കുട്ടി ഉന്നയിച്ചിട്ടുള്ളത്, സംഘടനയ്ക്ക് മുന്നിലാണ് ഉന്നയിച്ചിട്ടുള്ളത്. അവർക്ക് നീതി ലഭിച്ചിട്ടില്ല. നീതി ലഭിക്കാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പോൾ സ്ത്രീ സംരക്ഷണ വേഷം കെട്ടി പുറത്തു വരുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിഷേധം ആ കുട്ടിയെ ട്രിഗർ ചെയ്തായിരിക്കണം. ഇപ്പോൾ ശ്രീ സന്ദീപ് വാര്യർ, ഇത് BJP വിശദീകരിക്കുന്ന മറ്റൊരു രീതിയിലാണല്ലോ. ഇത് വ്യാജ പരാതിയെന്ന്, കുടുംബ പ്രശ്നങ്ങളുടെ പേരിലുള്ള പരാതിയെന്ന്, അങ്ങനെ ഒരു വിശദീകരണമാണല്ലോ അനൌദ്യോഗികമായ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ശ്രീ സന്ദീപ് വാര്യർ. അല്ല, വ്യാജ പരാതി എന്ന് അവർക്ക് എങ്ങനെ പറയാൻ പറ്റും? അതങ്ങനെ വ്യാജ പരാതി എന്ന് പറയാൻ പറ്റും? അവരാദ്യം നടപടി എടുക്കട്ടെ, അതിനുശേഷമല്ലേ ബാക്കി കാര്യങ്ങൾ. കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചുള്ള മാതൃകാപരമായിട്ട് നിലപാടുണ്ടല്ലോ, അത്തരത്തിൽ നടപടി എടുക്കട്ടെ. ഈ കുട്ടി നിരവധി കാലമായി പറഞ്ഞ് എല്ലാവർക്കും ബോധ്യപ്പെട്ടുള്ളത് എന്റെ പിറക്കാതെ പോയ സഹോദരിയാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിട്ടുള്ള പഴയ സംഘടനാ സെക്രട്ടറി സുഭാഷ് അടക്കമുള്ളവർക്ക് ഇക്കാര്യത്തിൽ ബോധ്യമുണ്ട്. ശോഭ ചേച്ചി ഈ കുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ട്, എനിക്കറിയാം. അവർക്ക് ഈ കാര്യത്തിൽ ബോധ്യമുണ്ട്. അവർ നുണ പറയുമോ, ഈ പാർട്ടിക്ക് വേണ്ടി നുണ പറയുമോ എന്ന് എനിക്കറിയില്ല. അവർക്കെല്ലാം ഇത് ബോധ്യമുള്ള കാര്യമാണ്. പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സ്ത്രീയുടെ വിഷയത്തിൽ ശോഭ ചേച്ചി നുണ പറയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ സുരേഷ് ഗോപിക്ക് ഇക്കാര്യത്തിൽ ബോധ്യമുണ്ട്. സുരേഷ് ഗോപി ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ആ കുട്ടിയെ സാമ്പത്തികമായി സഹായിച്ചിട്ട് പോലുമുണ്ട്. അപ്പൊ അത് അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട സഹായിച്ചു. ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവിടെ ആ പെൺകുട്ടിയെ കുറ്റവാളിയാക്കുകയോ ആ പെൺകുട്ടിയെ വ്യാജ പരാതിക്കാരിയാക്കുകയോ ചെയ്യുന്നത് നീതിക്ക് നിരക്കുന്നതല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞ ബോംബ് പരാമർശമുണ്ടല്ലോ ശ്രീ സന്ദീപ് വാര്യർ, ആ ബോംബാണോ ഇത്? അല്ല, അത് പ്രതിപക്ഷ നേതാവിനെ ചോദിക്കൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേറെ ഇൻഫർമേഷൻസ് ഉണ്ടാവുമല്ലോ. തീർച്ചയായും. നന്ദി ശ്രീ സന്ദീപ് വാര്യർ, അദ്ദേഹമാണ് കോൺഗ്രസ് വക്താവ്. ഇപ്പോൾ പ്രതികരിക്കുകയായിരുന്നു. ശ്രീകുമാരൻ തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഇത് നേരത്തെ നൽകിയ പരാതിയാണ്. ആ പരാതിയിൽ നാളിതുവരെയും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണോ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ശ്രീജിത്ത്? അങ്ങനെ തന്നെ വേണം വ്യാഖ്യാനിക്കാൻ. നേരത്തെ നൽകിയ പരാതിയാണ് അത്. BJPയുടെ സന്ദീപ് സൂചിപ്പിച്ച പോലെ തന്നെ BJPയുടെ നേതാവ്, RSSന്റെ നേതാവ് ഗോപാലൻകുട്ടി മാസ്റ്റർക്കും അതുപോലെ തന്നെ സംഘടനാ ചുമതലയുള്ള RSSന്റെ സുഭാഷിനും ഒക്കെ തന്നെ അറിയാവുന്ന കാര്യമാണ്. ശോഭാ സുരേന്ദ്രൻ അറിയാവുന്ന കാര്യമാണ്. സുരേഷ് ഗോപിയോട് വരെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഈ പരാതിയിൽ തന്നെ വളരെ വ്യക്തമായി ചില പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആ സ്ക്രീൻഷോട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത് ആ വാർത്തയിൽ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തത്. എന്തായാലും BJP നേതാക്കൾ പറയുന്നത്, അല്ലെങ്കിൽ കൃഷ്ണകുമാറിനോട് അടുപ്പമുള്ള ആളുകൾ പറയുന്നത് അടുത്ത ബന്ധുവാണ്, കുടുംബ പ്രശ്നമാണ്, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അത് തുടക്കം മുതൽ നൽകുന്ന ഒരു വിശദീകരണമാണ്. പാർട്ടി ഇത്തരത്തിൽ ആ ഘട്ടത്തിൽ പരാതി ലഭിച്ചപ്പോഴൊക്കെ തന്നെ പാർട്ടി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടിക്ക് അക്കാര്യത്തെക്കുറിച്ചൊക്കെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് താൻ ഇപ്പോഴും ആ ചുമതലയിൽ തുടരുന്നതെന്നാണ്. പക്ഷേ എന്താണ് ആ പരാതി, അല്ലെങ്കിൽ ആ പരാതിയുടെ സ്വഭാവം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോഴാണ്. എന്തായാലും ഒരു 11 മണിയോടുകൂടി BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഇപ്പോൾ ആരോപണ വിധേയൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന C കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാകും, കൂടുതൽ വെളിപ്പെടുത്തലുകളുണ്ടാകും. ഇതിനപ്പുറത്തേക്ക് മറ്റു ചിലതുകൂടി ഒരുപക്ഷെ കൃഷ്ണകുമാറിന് വെളിപ്പെടുത്താനുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 11 മണിയോടുകൂടി C കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കാണും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.